ഒക്കേഷണൽ വെയറിന് പ്രീമിയം ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് കേട്ടോ. ടസേഴ്സിൻ്റെ അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ടസേഴ്സിൻ്റെ അകത്ത് കാന്ത ചിക്കൻ എംബ്രോയിഡറിയുടെ ഒരു ലുക്ക് കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ്. ഇതിനകത്ത് ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് എംബ്രോയിഡറി ചെയ്തേക്കുന്നത്. ആൻഡ് സെയിം ഷെയ്ഡിലും വരുന്നുണ്ട് കേട്ടോ. അതിന് ചെറിയ ചെറിയ ഡിഫറൻസസ്, എല്ലാം ഹാൻഡ് ഓൺ ആണ്, ഇതെല്ലാം സെപ്പറേറ്റ്ലി ചെയ്തെടുത്തേക്കുന്നതായതുകൊണ്ട് വരുന്ന ചെറിയ ചെറിയ ഡിഫറൻസസ് ഒക്കെ എല്ലാ പീസസിൻ്റെ അകത്തും കാണും. എക്സാക്ട്ലി സെയിം ആയിരിക്കത്തില്ല. ആൻഡ് ഇതിനകത്ത് പേസ്ലി ഡിസൈൻ ആണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓൾ ഓവർ എംബ്രോയിഡറി വരുന്നുണ്ട്. ഫ്രണ്ട് പാനൽ ഓൾ ഓവർ എംബ്രോയിഡറി. ആൻഡ് ദെൻ വി ഹാവ് സെയിം ടസറിൽ തന്നെ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്തും സ്കാറ്റേഡ് ആയിട്ടുള്ള പേസ്ലി ഡീറ്റെയിൽ സെയിം ഷെയ്ഡിലാണ് ഫുൾ കളക്ഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ സ്ലീവ്സിലും വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഫുൾ സ്ലീവ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ഒരു ലുക്ക് വന്നിരിക്കുന്നത്. സെയിം ഷെയ്ഡിൽ തന്നെ വന്നിരിക്കുന്നത്. സറ്റൂണാണ് ഇതിൻ്റെ കൂടെ ബോട്ടമായിട്ട് പെയർ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഒരു റൗണ്ട് നെക്ക് ലൈനൊക്കെ കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ക്ലാസി ആയിട്ടുള്ള കളറാണ് കേട്ടോ. ഇറ്റ്സ് ഡാർക്ക് ഒരു മജന്ത ഷെയ്ഡാണ്, പക്ഷേ അതൊരു ഭയങ്കര ബ്രൈറ്റ് അല്ലാത്ത വളരെ സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു മജന്ത ഷെയ്ഡ് വിത്ത് ഗ്രേ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു സെയിം ഡിസൈനിലാണ് നെക്സ്റ്റ് 3 ലുക്സ് വന്നിരിക്കുന്നത്. അതിനകത്ത് പൈപ്പിംഗ് കൊടുത്തിട്ട് ഫിനിഷിങ് കൊടുത്തിട്ട് എഡ്ജ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 6399 റേഞ്ചിൽ വന്നിരിക്കുന്ന കളക്ഷനാണ്. സോ ദിസ് ഇസ് ഗ്രേ. നെക്സ്റ്റ് വൺ. ആൻഡ് ഇതിനകത്തും ഓൾ ഓവർ ആയിട്ട് ഫ്രണ്ട് പാനലിൽ എംബ്രോയിഡറി വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ലുക്ക്. ആൻഡ് സ്ലീവ്സിനകത്തും ഇതേപോലെ തന്നെ ബോഡിയിൽ വന്നിരിക്കുന്ന ആ ഫ്ലോറൽ ഡിസൈനിൻ്റെ തന്നെ ഒരു മോട്ടീവ് തന്നെയാണ് ഇതിനകത്ത് സ്ലീവിലും കൊടുത്തേക്കുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ബി ഗിവൺ ആസ് എ ഫുൾ സ്ലീവ് ആസ് വെൽ. ബാക്ക് പാനൽ പ്ലെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു പീച്ചാണ് കേട്ടോ അതിനകത്ത് ഫ്ലോറൽ ഡിസൈൻ. അതിനകത്ത് ദിസ് ഫോംസ് എ വെർട്ടിക്കൽ ഡിസൈൻ ആസ് വെൽ. സോ ഇറ്റ് വിൽ മേക്ക് യു ലുക്ക് ടാളർ. ആൻഡ് ഇത് ഫുള്ളായിട്ടും സെയിം ഷെയ്ഡിൽ വന്നിരിക്കുന്നുണ്ട്. ഹെഡ് ടു സെയിം ടോൺ വരുമ്പോഴത്തേക്കും ഇറ്റ് മേക്സ് യു ലുക്ക് ആക്ച്വലി ടാളർ. നല്ല ലോങ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ടോപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ഗെറ്റ് സംതിങ് അറൌണ്ട് 50, മോർ ദാൻ 50 എന്തായാലും ലെങ്ത് വരുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ആ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത്. പൈപ്പിംഗ് ഫിനിഷിങ് കൊടുത്തിട്ട് എഡ്ജ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട, ബോട്ടം ആൻഡ് ദുപ്പട്ട സെയിം മെറ്റീരിയലിൽ തന്നെയാണ് കേട്ടോ ദുപ്പട്ടയും ചെയ്തേക്കുന്നത്. അതാണ് എൻ്റെ ദുപ്പട്ടയുടെ ലുക്ക് വരുന്നത്. SHF 169 എന്ന കോഡിലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ലുക്ക് വാസ് FHF 170 എന്ന ഇതിലാണ് കോഡിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ലുക്ക് വരുന്നത് ഗ്രീൻ ആണ്. നല്ലൊരു പ്ലസൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഗ്രീൻ ഷെയ്ഡ്. പക്ഷെ ടിൻറ്റ് ഓഫ് ഓളിവും കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഒരു സോഫ്റ്റ് ഷെയ്ഡാണ്. സെയിം ലുക്ക് തന്നെയാണ് ഇതിനകത്തും കൊടുത്തേക്കുന്നത്. എംബ്രോയിഡറി ഡീറ്റെയിൽ സെയിം തന്നെയാണ് ടോപ്പിൻ്റെ അകത്ത് ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഇത് ആക്ച്വലി ഷാഡോ വർക്കാണ് അത് ചെയ്തേക്കുന്നത്. പക്ഷേ ഓർഗൻസയിലാണ് നമുക്കത് എടുത്ത് അറിയാൻ പറ്റുക. അതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോഴത്തേക്ക് അറിയത്തില്ല. ഹാൻഡ് ആൻഡ് എംബ്രോയിഡറി ആണ് കേട്ടോ, ചിക്കൻ എംബ്രോയിഡറി. അപ്പോൾ ഷാഡോ വർക്കിൻ്റെ അതേ ഒരു ഡീറ്റെയിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും ഡീറ്റെയിൽ ആയിട്ട്. സോ ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് തോന്നും, ഒരു കാന്തയുടെ ഒരു ലുക്ക് പോലെ വരും. കാരണം വെച്ച് കഴിഞ്ഞാൽ റണ്ണിങ് ആയിട്ട് അങ്ങനെ വന്നേക്കുന്നതാണ്. ദിസ് ഇസ് ആക്ച്വലി ചിക്കൻ കറി എംബ്രോയിഡറി. ആൻഡ് ദെൻ ദിസ് ഇസ് ദി ദുപ്പട്ട. സ്കാറ്റേഡ് ആയിട്ട് സെയിം ഫ്ലോറൽസ് തന്നെയാണ് വന്നിരിക്കുന്നത്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന സറ്റൂൺ ബോട്ടം. നെക്സ്റ്റ് ഇസ് ഓൾസോ കോൺട്രാസ്റ്റ് ത്രെഡ് എംബ്രോയിഡറി ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ദിസ് ഇസ് ദി ഹോൾ ലുക്ക്. ക്ലാസി ചോയ്സസ് ആണ് കേട്ടോ. ഇഫ് യു ലൈക്ക് ടു ആഡ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ബീഡിങ് ടു ഇറ്റ്, പാർട്ടി വെയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒക്കേഷണൽ വെയർ ലുക്കിൻ്റെ അകത്ത് കുറച്ചൊരു ബീഡിങ്സും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ആഡ് ഇറ്റ് ഓൾ ഓവർ. നമുക്കൊരു ഒരുപാട് സ്പെൻഡ് ചെയ്യാണ്ട് നമുക്ക് ആഡ് ചെയ്തെടുക്കണമെങ്കിൽ ഈ നെക്കിനോട് ക്ലോസർ ആയിട്ടുള്ള ഒരു പാറ്റേണിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഓർ നെക്കിനെ ഒരു ഹൈലൈറ്റ് ആയിട്ട്, നെക്കിനെ റൗണ്ട് ആയിട്ട് ചെയ്യാം. ഓർ സ്ലീവ്സിനകത്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു സ്കാറ്റർ പോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. സോ ദിസ് ഇസ് എ പീകോക്ക് bluish green shade, and then we have maroon tone contrast. This is the dupatta. ഇതെല്ലാം ഡ്രൈ ക്ലീൻ ചെയ്ത് തന്നെ യൂസ് ചെയ്യണം. കോട്ടൺ ലൈനിങ് ഇട്ട് വെയർ ചെയ്യണം. ആൻഡ് നമുക്കിതിനകത്ത് ഡിസ്പോസിബിൾ ആംപിൾ പാഡ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്ലീസ് യൂസ് ദാറ്റ് ആസ് വെൽ. നമുക്ക് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. സെയിം ടോൺ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. നല്ലൊരു 6399 ആണ് ടസേഴ്സിനകത്ത് വന്നിരിക്കുന്നതിനകത്ത്. ഓൾ ഓവർ ആയിട്ടാണ് ചിക്കൻ കറി എംബ്രോയിഡറി വന്നിട്ടുണ്ട്. ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതിനകത്തൊക്കെ വരുന്നത്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം www.aham.store. റെഡ് കോമ്പിനേഷൻ നമുക്ക് ബ്ലാക്കിൻ്റെ കൂടെയും ഭംഗിയാണ്, വൈറ്റിൻ്റെ കൂടെയും ഭംഗിയാണ്. അപ്പോൾ ഇതിനകത്ത്
ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ നമ്മളുടെ ഫേവറേറ്റ് കളർ എന്ന് നോക്കിയാൽ മതി കേട്ടോ. 1099 നമുക്ക് ഒരു സെമി സിൽക്ക് ഫിനിഷിങ്ങിൻ്റെ അകത്ത് നല്ല കംഫർട്ടബിൾ ആയിട്ടും ലൈറ്റ് വെയിറ്റ് ആയിട്ടും വന്നിരിക്കുന്ന ടെമ്പിൾ ബോർഡർ പാറ്റേൺ. ഇതൊരു ട്രഡീഷണൽ പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതെനിക്ക് പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ആ ഒരു ബംഗാളി സാരീസിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടല്ലോ, ആ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ, അതുപോലെ ഒരു ലുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്ക് രണ്ടും ഷെയ്ഡ്സും നമുക്കിപ്പോൾ ഒഫീഷ്യലായിട്ടൊക്കെ വെയർ ചെയ്യണമെങ്കിലും നല്ല സാരീസ് ആണ് കേട്ടോ. നമുക്കത് ഇറ്റ്സ് നോട്ട് ടു മച്ച് ഓഫ് എന്താ പറയുക ബ്രൈറ്റ്നെസ് അല്ല, പക്ഷേ അതിനകത്തൊരു സട്ടിലായിട്ടുള്ള ഒരു സെമി സിൽക്കിൻ്റെ ഒരു ലസ്റ്റർ വരുന്നതുകൊണ്ട് അപ്പോൾ ഒക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന സാരീസാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ലൈറ്റ് വെയ്റ്റ് സാരീസാണ് കേട്ടോ. അപ്പം പ്രൈസ് റേഞ്ച് 1099 ആണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള വന്നിരിക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. പല്ലുവും ഇതുപോലെ തന്നെ ഒരു സെയിം പല്ലുവിൻ്റെ അതേ ഇത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് സാരിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ലൈറ്റർ റെഡ് ഷെയ്ഡ് വരും, ബിക്കോസ് നമ്മൾ ആ ഒരു വൈറ്റ് വൺ സൈഡ് യാൻസ് വരുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് മോർ ടുവേർഡ്സ് എ ലൈറ്റ് റെഡ് ഷെയ്ഡ് വരുന്ന ഒരു രീതിയിലാണ് ചെയ്തേക്കുന്നത്. ആൻഡ് ലൈൻ വീവ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ബ്ലൗസ് പീസാണ് അതിൻ്റെ കൂടെ പെയർ ആ ഒരു ബോർഡറിനകത്ത് വന്നിരിക്കുന്നത്. സോ ദിസ് ഇസ് ദി സെയിം ബ്ലൗസ്, അത് തന്നെയാണ് വന്നിരിക്കുന്നത്. സെൽഫ് ത്രെഡിൻ്റെ കൂടെ എൻഡിലായിട്ട് നമുക്കൊരു കോട്ടൺ ത്രെഡിൻ്റെ ടാസൽസും കൂടെ, ഷോർട്ട് ടാസലും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. സോ ദിസ് ഇസ് റെഡ് ആൻഡ് ബ്ലാക്ക്. പക്ഷെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് കംസ് ഔട്ട് ആസ് മറൂൺ, കാരണം ബ്ലാക്ക് ചേർന്ന് വരുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ലുക്കിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. ഫുൾ ലുക്ക്. അപ്പം ഇത് ലിനൻ്റെ ഒക്കെ വീവിങ് ഇല്ലേ, അതുപോലെ ഒരു ലൈറ്റ് ഫീലിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചെറിയൊരു ട്രാൻസ്പറൻസി ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷെ ഞാൻ അടുക്കി കുത്തിയേക്കുന്നത് അതേപോലത്തെ ഉടുക്കുമ്പോഴത്തേക്കോ കാഷ്വൽ പ്ലീറ്റ് വരുമ്പോഴത്തേക്കോ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ. കാഷ്വൽ പ്ലീറ്റും ഇത് എടുക്കാൻ നല്ല ഭംഗിയാണ്, കാരണം നമ്മൾ ആ ഒരു ഷോർട്ട് ബോർഡർ വൺ സൈഡിൽ നമ്മൾ വരും, അത് കഴിഞ്ഞിട്ട് ആ ഒരു കാഷ്വൽ പ്ലീറ്റ് ആയിട്ട് ജസ്റ്റ് 2 ലെയർ ആയിട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു രസമായിട്ട് തന്നെ അത് വരികയും ചെയ്യും. നമുക്കൊരു ഇപ്പോൾ വാച്ചൊക്കെ ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഫോമൽ ലുക്കിൽ വെയർ ചെയ്യാനും നല്ലതാണ്. ആക്സറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷനൊക്കെ കുറച്ച് വർക്ക് ആഡ് ചെയ്തിട്ടോ അല്ലാണ്ട് വേണമെങ്കിൽ നമുക്ക് ആ ലസ്റ്റർ ഉള്ളത് കൊണ്ട് ഇറ്റ് മേക്സ് ഇറ്റ് ഗുഡ് ഫോർ ആൻ ഒക്കേഷണൽ വെയർ ആസ് വെൽ. ഡെയിലി വെയറിനും കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇപ്പോൾ 9 to 5 നമുക്കൊരു വർക്കിംഗ് അവേഴ്സിലൊക്കെ കൺസിഡർ ചെയ്യുമ്പോഴും കൺവീനിയൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. ആൻഡ് പ്രൈസ് റേഞ്ച് ഇസ് ഓൾസോ ഫൈൻ. പിന്നെ വൈറ്റ് വരുന്നതിൻ്റെ അകത്ത് നമുക്ക് ഹാൻഡ് വാഷ് ഞാൻ അധികം സജസ്റ്റ് ചെയ്തില്ല. ബ്ലാക്കിൽ അങ്ങനെ ഒരു പ്രശ്നം വരത്തില്ല. നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ഡിപ്പ് വാഷ് ചെയ്ത്, ഒരുപാട് മെഷീൻ വാഷ് ഒന്നും സജസ്റ്റ് ചെയ്തില്ല. ഡിപ്പ് വാഷ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം. ആദ്യത്തെ ഫ്യൂ വാഷസ് നമുക്ക് ഡ്രൈ ക്ലീൻ വേണമെങ്കിലും ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. അപ്പോൾ ലോങ്കർ ആയിട്ടുള്ള ഒരു പാറ്റേണും അതിനകത്ത് ആ ഒരു ബോർഡറിൽ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ലൈക്ക് ദിസ് നമുക്ക് അപ്പർ പോർഷനിൽ വന്നിരിക്കുന്നതിൻ്റെ അകത്ത് കുഞ്ഞ് ടെമ്പിളും ലോവർ പോർഷനിലോട്ട് ലോങ്കർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ RP 388 എന്ന കോഡിലാണ് വന്നിരിക്കുന്നത്. ആൻഡ് പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 1099. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഗ്രേ സാരിക്കകത്ത് ഒരു ഫൺ ഡിസൈനുമായിട്ട് വന്നേക്കാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒരു വേർഷൻ നമ്മുടെ ക്രിസ്മസ് കളക്ഷനകത്ത് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു നമുക്ക് റെഡും ഗ്രേയും ബ്ലൂ ബ്ലാക്ക് അങ്ങനെ ഒരു നല്ലൊരു റേഞ്ച് ഓഫ് കളേഴ്സ് തന്നെ അതിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതിനകത്ത് അതേ ലുക്കിൽ ഒരു ഗ്രേ വേരിയൻറ്റ് വിത്ത് പിങ്ക് ഡിസൈൻ ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. ഒരു ട്രീ ഡിസൈൻ ആൻഡ് കുഞ്ഞു സിൽവർ ജെറിയുടെ തന്നെ ഒരു എംബ്രോയിഡറി ഡീറ്റെയിൽ, അത് പോൾക്ക ഡോട്ട് പോലെ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ബ്ലാക്ക് ആൻഡ് സിൽവർ ടിഷ്യൂ ലുക്കിൽ വന്നിട്ടുള്ള പല്ലുവാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ലിനൻ സാരിയാണ് കേട്ടോ. ലിനൻ സാരിക്കകത്ത് നമുക്ക് ഒരു കാഷ്വൽ ലുക്കിലും നമുക്ക് കാഷ്വൽ ഫീല് നമുക്ക് വെയർ ചെയ്യണമെങ്കിലും പാർട്ടി വെയർ ലുക്കിൽ ക്യാരി ചെയ്യാനും ആക്ച്വലി നല്ലൊരു ലുക്കാണ്. ആൻഡ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ബ്ലൗസ് ഈ ഒരു സെയിം ഫാബ്രിക്കിൻ്റെ അകത്ത് തന്നെ വന്നിട്ട് സ്ട്രൈപ്പ് കൊടുത്തേക്കാണ് കേട്ടോ. അതിനകത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവറിൻ്റെ ഒരു സ്ട്രൈപ്പ് ലുക്ക് കൊടുത്തിട്ട് ഒരുപാട് തിന്നും അല്ല ഒരുപാട് തിക്കോ അല്ലാത്ത ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1/2 ഇഞ്ചിൻ്റെ ഒരു സ്ട്രൈപ്പ് ആയിട്ടുള്ള ഒരു ലുക്കാണ് അത് കൊടുത്തേക്കുന്നത്. വളരെ കൺവീനിയൻ്റ് ആണ്. ലിനൻ ആയതുകൊണ്ട് തന്നെ ഉടുക്കാൻ വളരെ കംഫർട്ടബിൾ ആണ്. നമുക്ക് ഏതൊരു ക്ലൈമറ്റിക് കണ്ടീഷനകത്ത് നമുക്ക് ലിനൻസ് ആക്ച്വലി കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഈവൻ ഇപ്പോൾ നമുക്കൊരു തണുപ്പുള്ള ക്ലൈമറ്റ് ആണെങ്കിലും ലിനൻ ഇടാനായിട്ട് കംഫർട്ടബിൾ ആണ്. അതൊരു പെട്ടെന്ന് ഉണങ്ങിയൊക്കെ കിട്ടുകയും ചെയ്യും. ലിനൻ ആക്ച്വലി കോട്ടനെക്കാട്ടിലും പെട്ടെന്ന് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബേസ് ആണ് കേട്ടോ. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ലിനൻ സ്റ്റൈലിൽ വീവ് ചെയ്തെടുത്തേക്കുന്ന വിത്ത് സിൽവർ സെറി ബോർഡറും കൂടെ, തിൻ സിൽവർ സെറി ബോർഡർ ആൻഡ് ഓൾ ഓവർ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി, സ്കാറ്റേർഡ് എംബ്രോയിഡറി ഡിസൈൻ. അപ്പോൾ അതിനകത്ത് ബേജിൻ്റെയും പിങ്കിൻ്റെയും കോമ്പിനേഷനിലാണ് അതിൻ്റെ ഒരു ട്രീ ഡിസൈൻ ഇതിനകത്ത് വന്നിരിക്കുന്നത്. ആൻഡ്
ടാസിൽസ്, കോട്ടൺ ടാസിൽസ് വെച്ചിട്ട് ത്രെഡ് ടാസിൽ കൊടുത്തിട്ടുള്ള ഒരു ഡീറ്റെയിലും കൂടെ ഇതിനകത്ത്. അതും ഗ്രേന്റെയും ബ്ലാക്കിന്റെയും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആട്ടോ. ഇതിനകത്ത് ആക്ച്വലി ഗ്രേയും വൺ സൈഡ് ഗ്യാൻസ് ഗ്രേയും വൺ സൈഡ് ഗ്യാൻസ് ബ്ലാക്കും ആയിട്ട് ഇപ്പോൾ ഒരു ഡെപ്ത് ഉള്ള ഒരു ഗ്രേ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. വെരി കംഫർട്ടബിൾ. ഇതിന്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത് 2899 ആണ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ ബാക്കി കളർ ഓപ്ഷൻസും ഒക്കെ ഇപ്പോഴും അവൈലബിൾ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻ കേസ് നമുക്ക് വൈറ്റ് ബേസിൽ വേണമെന്നുണ്ടെങ്കിലോ റെഡ് മറൂൺ ഷെയ്ഡിൽ വേണമെന്നുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് ഇതൊക്കെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നേരെ ബ്യൂട്ടിഫുൾ ബ്ലൂ ഷെയ്ഡാണ്. ചിലപ്പോൾ നമുക്ക് അതിനകത്തൊരു ക്രിസ്മസ് ഫീൽ അല്ലാണ്ടും വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഗ്രേയും ബ്ലൂ ഷെയ്ഡും ഓപ്ഷൻസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ 2899 റേഞ്ചിൽ വന്നിരിക്കുന്ന വളരെ ലിനൻ ബേസ്ഡ് ആയിട്ടുള്ള സാരി സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ബീഡഡ് ജ്വല്ലറിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ ആക്ച്വലി നല്ലതാണ്. അത് അങ്ങനത്തെ ഒരു ലുക്കാണ് അതിനകത്ത് കൂടുതലായിട്ടും വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓർ യോർ എവറി ഡേ നമുക്ക് ഒരു സിമ്പിൾ അല്ലെങ്കിൽ ജ്വല്ലറിയുടെ കൂടെ നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും.